രാഹുലുമായുള്ള വാഹന വ്യൂഹം ഈ ക്ലബ് 7 ഹോട്ടലിന്റെ പരിസരത്തേക്ക് എത്തിയിരിക്കുകയാണ്, മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. രാഹുലിനെ അല്പസമയത്തിനുള്ളിൽ വാഹനത്തിൽ നിന്ന് ഇറക്കി ഇതിലേക്ക് എത്തും. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കനത്ത സുരക്ഷയിലാണ് ഈ പ്രതിയുമായി പോലീസ് സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. 8ലധികം പോലീസ് വാഹനങ്ങളടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ നമ്മൾ ആ കാണുന്ന ബസ്സിലാണ് രാഹുൽ ഉള്ളത്. ആ ബസ്സിൽ നിന്ന് രാഹുലിന്റെ വാഹനം ഇവിടേക്ക് എത്തുന്നതിന് മുൻപ് കനത്ത സുരക്ഷ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കുകയാണ്. ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഇവിടേക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പോലീസിനെ സംബന്ധിച്ച്. അങ്ങനെ എത്തിച്ചാൽ രാഹുലുമായി ഇവിടേക്കുള്ള തെളിവെടുപ്പ് ദുഷ്കരമാകും. അതാ രാഹുലുമായുള്ള ബസ്, രാഹുലിനെ കയറ്റിയിരിക്കുന്ന ബസ് ഈ ഹോട്ടലിന്റെ പരിസരത്തേക്ക് എത്തിച്ചിരിക്കുന്നു. അതിന് മുന്നോടിയായി രാഹുലിന് സുരക്ഷാ കവചമൊരുക്കാൻ പോലീസിന്റെ വലിയ സംഘം റോഡിലേക്ക് എത്തിയിട്ടുമുണ്ട്. രാഹുലിനെ ഈ ബസ്സിൽ നിന്ന് ഇറക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ബസ് പൂർണ്ണമായും അകത്തേക്ക് കയറ്റിയ ശേഷമായിരിക്കും രാഹുലിനെ ഈ തെളിവെടുപ്പിനായുള്ള നടപടികളിലേക്ക് എത്തിക്കുക. ഈ ഹോട്ടലിന്റെ 4ാം നിലയിലാണ്, ഈ കെട്ടിടത്തിന്റെ 4ാം നിലയിലാണ് ഹോട്ടലുള്ളത്. ഇതാ രാഹുലിനെ വാഹനത്തിനകത്തു നിന്ന് തന്നെ പോലീസ് കനത്ത സുരക്ഷയിൽ മാറ്റുന്നുണ്ട്. പോലീസിന്റെ കവചത്തിലേക്ക് രാഹുലിനെ പൊതിയുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പുറത്തേക്ക് എടുക്കുക. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഷീൽഡ് കൊണ്ട് രാഹുലിനെ മറച്ച് ഹോട്ടലിനകത്തേക്ക് കയറ്റാനുള്ള നടപടികളാകും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. എന്തായാലും മാധ്യമങ്ങളിൽ നിന്ന് പ്രതികരണം നൽകാൻ പോലുമുള്ള ഒരു സാഹചര്യം ഒരുക്കാതിരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘവും പോലീസും ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതാ ഷീൽഡ് കൊണ്ട് പൂർണ്ണമായും രാഹുലിനെ കവചമൊരുക്കി ഈ ഹോട്ടലിനുള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതായത് ഒരു തരത്തിലും രാഹുലിന് ഈ പ്രതി എന്നുള്ള നിലയിലും അല്ലാതെയും ഒരു പ്രശ്നവും ഉണ്ടാവരുത് എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലെ ലക്ഷ്യം. എന്തായാലും മാധ്യമപ്രവർത്തകരെ അടക്കം ഈ ഷീൽഡ് കൊണ്ട് കൃത്യമായ അകലത്തിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ തെളിവെടുപ്പ് നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഇപ്പോൾ അകത്ത് രാഹുലിനെ പുറത്തേക്ക് ഇറക്കാനുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. പുറത്ത് അതിനേക്കാളേറെ പോലീസിന്റെ സുരക്ഷ അത് ഉണ്ടാകുന്നുണ്ട്. വാതിൽ തുറന്ന് രാഹുൽ അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് എത്തും. ഇവിടെ നിന്ന് മുകളിലേക്ക് ഇതിന്റെ 4ാം നിലയിലുള്ള മുറിയിലേക്കാകും, 4ാം നിലയിലുള്ള ഹോട്ടലിലേക്കാകും, ക്ലബ് 7 ഹോട്ടലിലേക്കാകും അല്പസമയത്തിനുള്ളിൽ കൊണ്ടുപോവുക. എന്തായാലും ഇതിൽ രാഹുൽ എത്രത്തോളം സഹകരിക്കും? ഇതാ വാതിൽ തുറന്നിരിക്കുന്നു. വാതിലിനകത്ത് നിന്ന് വലിയ പോലീസ് സന്നാഹമുണ്ട് ഈ വാഹനത്തിനകത്ത്. അതിൽ നിന്ന് പോലീസ് രാഹുലിനെ ഒരു കവചമൊരുക്കിക്കൊണ്ടാണ്, ഷീൽഡ് കൊണ്ട് ഒരു കവചമൊരുക്കിക്കൊണ്ടാണ് രാഹുലിനെ എത്തിക്കുന്നത്. ഇതാ രാഹുൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. രാഹുൽ പുറത്തേക്ക് ഇറങ്ങുന്നു. പോലീസിന് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങളാകാം ഒരുപക്ഷെ പോലീസ് നൽകുന്നു. ഇന്നലെയും സമാന രീതിയിൽ ഒരു വാക്ക് പോലും മിണ്ടാൻ രാഹുൽ തയ്യാറായിരുന്നു. എന്തായാലും വലിയ കവചം ഒരുക്കിക്കൊണ്ടാണ് ഈ രാഹുലിനെ ഈ കെട്ടിടത്തിനകത്തേക്ക് കയറ്റുന്നത്, ഈ ഹോട്ടലിനകത്തേക്ക് കയറ്റുന്നത്. പോലീസ് കൃത്യമായ രീതിയിൽ തടഞ്ഞുകൊണ്ട് ഈ ആളുകളെ അടക്കം, മാധ്യമങ്ങളെ അടക്കം ഉള്ളിലേക്ക് കയറ്റാതെ തടഞ്ഞുകൊണ്ട് കർശനമായ സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ഹോട്ടലിനകത്തേക്കുള്ള തെളിവെടുപ്പ് അത് എത്ര ദുഷ്കരമാകും എന്നുള്ളത് നിലവിൽ പറയാൻ കഴിയുന്ന സാഹചര്യമല്ല. കാരണം ഒരു തരത്തിലും ഇതിനകത്തേക്ക് മറ്റാരെയും കയറ്റാതെയുള്ള സുരക്ഷ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ 2024 നടക്കുന്ന ഈ സംഭവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പോലീസിന് ഇന്ന് ഈ രാഹുലിൽ നിന്ന് നടക്കുന്ന തെളിവെടുപ്പിനിടെ അല്ലെങ്കിൽ മൊഴിയെടുപ്പിനിടെ ഈ രാഹുൽ എന്തെങ്കിലുമൊക്കെ തുറന്നു പറയുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഈ ഹോട്ടലിന്റെ പരിസരത്തേക്ക് നിലവിൽ മാധ്യമങ്ങളെ കടത്തിവിടുന്നില്ല, അവിടെ തടയുകയാണ്. അകത്തേക്ക് രാഹുലുമായുള്ള പോലീസ് സംഘം മാത്രമാണ് നിലവിൽ പോയിട്ടുള്ളത്. എന്തായാലും അത് തെളിവെടുപ്പ് രാഹുലുമായി ഒറ്റയ്ക്കായിരിക്കും. അകത്തേക്ക് കടത്താൻ പോലീസ് തയ്യാറാകുന്നില്ല. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ വലിയ പോലീസ് സന്നാഹമുണ്ട്. അവർ ഷീൽഡ് കൊണ്ട് ഇന്നലെ കോടതിയിൽ നിന്ന് രാഹുലിനെ എങ്ങനെ ഇറക്കിയോ അതേ രീതിയിൽ ഒരുപക്ഷെ അതിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ഷീൽഡ് കൊണ്ട് രാഹുലിനെ ഒരു കവചമൊരുക്കിയാണ് ഈ ഹോട്ടലിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് കയറ്റിയത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നിലവിൽ ഇപ്പോൾ ഒരു തരത്തിലും ആരെയും അകത്തേക്ക് കയറ്റി വിടുന്നില്ല. മാധ്യമങ്ങൾക്കും ഒപ്പം അത്തരത്തിലുള്ള നിയന്ത്രണം കർശനമായി തന്നെ ഇതിൽ നിന്നുള്ള വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ തെളിവെടുപ്പിനായി ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അശ്വിൻ പാലാടി പങ്കുവച്ചത്. ഈ അതിരാവിലെ തന്നെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി തെളിവെടുപ്പിന് എത്തിയിരുന്നതായിരുന്നു. പ്രതിഷേധം ഉൾപ്പെടെ കണക്കിലെടുത്താണ് ഇത്തരത്തിൽ തെളിവെടുപ്പിലേക്ക് അതിരാവിലെ തന്നെ കടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഷഫീദ് റൌത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഈ തെളിവെടുപ്പും വളരെ നിർണായകമാണ്. പോലീസിനെ സംബന്ധിച്ച് 3 ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ ലഭിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ തെളിവെടുപ്പിന് ശേഷം, ഈ തിരുവല്ലയിലെ തെളിവെടുപ്പിന് ശേഷം മറ്റെങ്ങോട്ടേക്കായിരിക്കും രാഹുലിനെ കൊണ്ടുപോവുക?
പ്രവൃത്തി നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച്, അതായത് തിരുവല്ല ക്ലബ് 7 ഹോട്ടലിൽ ഇപ്പോൾ നടക്കുന്ന ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഒരുപക്ഷെ അടൂരിലെ വീട്ടിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിന്റെ വളരെ പ്രധാനപ്പെട്ട 2 തെളിവ് ശേഖരണം, അതൊന്ന് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും 2 ഈ ഇലക്ട്രോണിക് ഡിവൈസുകൾ കണ്ടെടുത്ത അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയുമാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഫോണായി ഇന്നലെ KPM ഹോട്ടലിൽ നിന്നൊരു ഫോൺ കണ്ടെത്തിയിരുന്നു. പക്ഷേ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫോണാണെന്ന് അന്വേഷണ സംഘം കരുതുന്നില്ല. പകരം കൂടുതൽ ഫോണുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ചില അടുത്ത വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഈ വിഷയത്തിൽ മറ്റു ചില ടേക്കുകൾ അന്വേഷണ സംഘം എടുക്കും. അതായത് അടൂരിലെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഫോൺ ശേഖരിക്കണം, അതേപോലെ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം, അതേപോലെ പാലക്കാട് മറ്റെവിടെയെങ്കിലും സ്ഥലങ്ങളിൽ ഈ ഫോൺ ഒളിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കണ്ടെത്തണം. അന്വേഷണ സംഘത്തോട് ഇതിനോടകം ഏതെങ്കിലും തരത്തിൽ അത് സംബന്ധിച്ചൊരു ക്ലൂ അത് നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അടുത്ത ടേക്ക് എന്ന് പറയുന്ന ഫോൺ കണ്ടെത്തുക, അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പുകൾ കണ്ടെത്തുക എന്നുള്ള നീക്കമാണ്. ആ നീക്കത്തിന്റെ ഭാഗമായി അന്വേഷണ സംഘം അത് കണ്ടെത്താനുള്ള വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് കടക്കും. അത് ഒന്നാമത്തേത്. ഏതായാലും ഇന്നിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കുമ്പോൾ ഇന്ന് പുലർച്ചെ ഇതുവരെ പ്രതിഷേധങ്ങളില്ല. പക്ഷേ തിരികെ അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ അതായിരിക്കില്ല അവസ്ഥ. കുറച്ചുകൂടി നേരം പുലർന്നു കഴിയുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായാൽ അത് വലിയ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച 3 ദിവസമാണ്. നാളെ വൈകിട്ട് 4 മണി അല്ലെങ്കിൽ 5 മണി വരെയാണ് കസ്റ്റഡിയിലുള്ളത്. അത് ഒരു സമയം പോലും അതിനകത്ത് നഷ്ടപ്പെടുത്താൻ അന്വേഷണ സംഘം തയ്യാറല്ല. മാത്രമല്ല, ഈ കാണുന്ന ക്ലബ് 7 ഹോട്ടലിലെ തെളിവെടുപ്പ് അത് ക്രൈം സീൻ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിനെ വിശദമായി ചോദ്യം ചെയ്യണം. ഒരുപക്ഷെ SITയുടെ മേൽനോട്ട ചുമതലയുള്ള പൂങ്കുഴലി വീണ്ടും അവർ അറസ്റ്റിന് മുൻപ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ആ സമയത്ത് രാഹുലിനെ ചോദ്യം ചെയ്യാൻ എത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം അവർ വീണ്ടും എത്തുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അതൊരു ചോദ്യമായി ഉയരുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ പ്രതിഷേധങ്ങളില്ല. ക്ലബ് 7 ഹോട്ടലിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്ത മുറിയിൽ, ആ പരാതിക്കാരി പറഞ്ഞ മുറിയിൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുകയാണ്. 2024 ഏപ്രിൽ മാസം ഇവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു വരുത്തി യുവതിയെ കൊണ്ട് മുറിയെടുപ്പിച്ച് അതിനുശേഷം ക്രൂരമായി ലൈംഗികമായി ഇവരെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്ന കാര്യം. അതിലടക്കം ഒരു വ്യക്തത ഇനി വരുത്തേണ്ടത് അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്തണം. ഈ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോട്ടൽ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തണം. അതിനൊക്കെ അപ്പുറത്തേക്ക് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കണം. അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ഈ ചുരുങ്ങിയ മണിക്കൂറിൽ ചെയ്തു തീർക്കാറുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് പത്തനംതിട്ടയിലെ മറ്റു ചില സ്ഥലങ്ങളിൽ ഒരു പക്ഷേ ഒരു അപ്രതീക്ഷിത തെളിവെടുപ്പിന് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സൂചനകൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭിക്കുന്നുമുണ്ട്. പ്രവിത, അതോടൊപ്പം തന്നെ ഷഫീദ്, ഇന്നിപ്പോൾ നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അത് പോലീസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ ഈ തിരുവല്ല പരിസരത്ത് മാത്രമായിരിക്കുമോ തെളിവെടുപ്പ് നടക്കുക? തിരുവല്ലയിൽ മാത്രം തെളിവെടുപ്പ് ഒതുങ്ങാൻ സാധ്യതയില്ല. അടൂരിലെ രാഹുലിന്റെ വീട്, അതേപോലെ പത്തനംതിട്ട ചില അപ്രതീക്ഷിത സ്ഥലങ്ങളിലടക്കം തെളിവെടുപ്പിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അപ്പോഴൊക്കെ അവർക്ക് അവിടെ തടസ്സമായി മാറുന്നത് ഈ പറയുന്ന പ്രതിഷേധങ്ങളാണ്. ഇന്നലെ നമ്മൾ മാവേലിക്കര ജയിലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തലിനെ പുറത്തേക്ക് ഇറങ്ങുന്നത് മുതൽ യുവജന സംഘടനകളുടെ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയാനുള്ളത് തിരുവല്ല കോടതിക്ക് മുൻപിലും ബാനറുകൾ ഉയർത്തിയും പ്ലക്കാർഡുകൾ ഉയർത്തിയും മുദ്രാവാക്യം ഉയർത്തിയുമുള്ള പ്രതിഷേധങ്ങൾക്കപ്പുറത്തേക്ക് ചീമുട്ടയേറെ രാഹുലുമായിട്ടുള്ള വാഹനവ്യൂഹം തടയുന്നത്, അങ്ങനെ പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. ചുരുങ്ങിയ മണിക്കൂറാണ് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ കസ്റ്റഡിയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതിഷേധത്തിന് കുറെ സമയം കളഞ്ഞാൽ ബാക്കി തെളിവ് ശേഖരണം എങ്ങനെ നടപ്പിലാക്കുമെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ അന്വേഷണ സംഘം ആലോചിച്ച ശേഷം, അവരുടെ മീറ്റിംഗിനൊക്കെ ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. പക്ഷേ ഇനി തെളിവെടുപ്പ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് 2 സ്ഥലങ്ങളിലാണ്. അതിൽ ഒന്നാമത്തേത് അടൂരിലെ രാഹുലിന്റെ വീട്, രണ്ടാമത്തേത് പാലക്കാട് കേന്ദ്രീകരിച്ച ചില തെളിവെടുപ്പാണ്. ഈ പെൺകുട്ടിയെ സാമ്പത്തികമായി ചൂഷണം ചെയ്ത പലതരത്തിലുള്ള കാര്യങ്ങൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വില കൂടിയ മൊബൈൽ ഫോണുകൾ, ആഡംബര വാച്ചുകൾ, അത്തരം സാധനങ്ങൾ, പിന്നെ ഫ്ളാറ്റ് വാങ്ങാൻ പാലക്കാട് ഒരു നീക്കം അതടക്കം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ളാറ്റ് വാങ്ങാൻ നീക്കം നടത്തിയിട്ടുള്ള ബിൽഡേഴ്സുമായി ഒരു പക്ഷേ ഒരു മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി അന്വേഷണ സംഘം ആ ബിൽഡേഴ്സുമായി സംസാരിക്കുന്നു എന്നുള്ളതും ഒരു വിവരമായി പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും. മാത്രമല്ല, ഇവർ തമ്മിൽ സമയം ചെലവഴിച്ചിരുന്ന, ഇവർ ഈ ആഡംബര വസ്തുക്കൾ വാങ്ങാനൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങൾ അതെവിടെയെങ്കിലും ഒക്കെ കൊണ്ടുള്ള കാര്യങ്ങൾ ഉറപ്പാക്കണം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഒരു തിരിച്ചടി എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തോട് ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. ചോദ്യം ചെയ്യലിൽ സഹകരിക്കുന്നില്ല, മറ്റെന്തെങ്കിലും വിവരം തേടുന്നതിൽ സഹകരിക്കുന്നില്ല. അങ്ങനെ പൂർണ്ണമായ ഒരു നിസ്സഹകരണം രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അന്വേഷണത്തിന് തിരിച്ചടിയാകുന്നുണ്ട്. പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പരമാവധി തെളിവ് ശേഖരണം യാഥാർത്ഥ്യമാക്കുക, അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ക്രൈം കണക്ട് ചെയ്യാൻ കഴിയുന്ന പരമാവധി തെളിവ് ഉറപ്പിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്ന കാര്യം. പ്രവിത, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ തിരുവല്ല ക്ലബ് 7 ഹോട്ടലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തലിനെ എത്തിച്ചിരിക്കുകയാണ്. കൂടുതൽ തെളിവെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് രാഹുലിനെ ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ചിരിക്കുന്നത്. അതിരാവിലെ തന്നെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തലുമായി തെളിവെടുപ്പ് ആരംഭിക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം മറികടന്നുകൊണ്ടാണ് പോലീസിന്റെ നടപടികൾ. പ്രത്യേകിച്ച് ഇന്നലെ കോടതി പരിസരത്ത് രാഹുൽ മാങ്കൂട്ടത്തലിനെ എത്തിച്ചപ്പോൾ എത്രത്തോളം വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്
വളരെ പെട്ടെന്ന് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല പോലീസിനെ സംബന്ധിച്ച് 3 ദിവസം ഏറെ നിർണായകമാണ്. പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക എന്നത് പോലീസിനെ സംബന്ധിച്ച് നിർണായകമാണ്. നാളെ വൈകിട്ട് വരെയാണ് കസ്റ്റഡിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതി വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഈ തെളിവെടുപ്പ് ഏറെ നിർണായകമാണ്. അശ്വിൻ പാലാഴിയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അശ്വിൻ, ഇപ്പോൾ ക്ലബ് 7 ഹോട്ടലിലെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയാണ്. വലിയ പോലീസ് സന്നാഹം അവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രത്തോളം വലിയ പോലീസ് സന്നാഹവുമായി ഒരുപക്ഷെ അതിരാവിലെ തന്നെ ഈ തെളിവെടുപ്പിന് എത്തുന്നത് വലിയ പ്രതിഷേധമൊക്കെ കണക്കിലെടുത്ത് തന്നെയാണല്ലോ. ഈ തെളിവെടുപ്പ് ഇപ്പോൾ കുറച്ചു നേരമായി പുരോഗമിക്കുന്നു. പുറത്തേക്ക് ഇറക്കാറായോ? പ്രവിധ, ഇത് അല്പസമയം മുമ്പോട്ട് പോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധിച്ചിരുന്നു. ഒപ്പം അതുകൂടാതെ അതിന് പുറമെ ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്ലബ് 7 ഹോട്ടൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടമല്ല. അതിന് പുറമെ മറ്റ് സ്ഥാപനങ്ങൾ കൂടി ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഇവിടെ എത്തിയതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ അത് ശേഖരിക്കുക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അത്ര വലിയ വെല്ലുവിളിയല്ല. എന്തായാലും അതൊക്കെ മറ്റു വഴിയെ നടക്കുന്നുണ്ട്. ഇന്നെന്തായാലും രാഹുലിനെ നേരിട്ട് എത്തിച്ചുള്ള തെളിവെടുപ്പ് മാത്രമാണ് ഇവിടെ ഉണ്ടാവുക. അത് ഒരു അതിവേഗ നടപടിയായി ഒരുപക്ഷെ മുന്നോട്ട് പോയേക്കാം, അല്ലെങ്കിൽ കൂടുതൽ താമസം എടുത്തേക്കാം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ എത്രത്തോളം ഇതിനോട് സഹകരിക്കുന്നു, ഇതിന്റെ തെളിവെടുപ്പ്, ചോദ്യം ചെയ്യൽ തുടങ്ങിയ നടപടികളോട് എത്രത്തോളം സഹകരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ അത്ര സഹകരണമില്ല എങ്കിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് തെളിവെടുപ്പ് അധിക നേരം നീണ്ടുപോകാൻ സാധ്യതയില്ല. ഇന്നലെയും ഇതിനു മുമ്പുമൊക്കെ രാഹുലിന്റെ സഹകരണം തീരെയില്ല എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘം പറഞ്ഞത്. പക്ഷേ ഇതിന്റെ മൊബൈൽ ഫോൺ, ഡിജിറ്റൽ ഡിവൈസ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ഡിജിറ്റൽ ഡിവൈസുകളിലെ തെളിവുകൾ തന്നെയാണ്. മൊബൈൽ ഫോണുകളിലടക്കം രാഹുൽ ഈ പെൺകുട്ടിയുമായി നടത്തിയിട്ടുള്ള ചാറ്റ് വിശദാംശങ്ങൾ, അതിനു പുറമെ മറ്റ് വീഡിയോകൾ, ഫോട്ടോകളടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അതൊന്നും വീണ്ടെടുക്കാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് രാഹുലിന്റെ നിസ്സഹകരണം കാരണമാണ് അത്തരത്തിലുള്ള നടപടികളിലേക്ക് ഇതുവരെ കടക്കാൻ കഴിയാത്തത്. കാരണം നിലവിൽ രാഹുലിന്റെ കൈവശമുള്ള ഐഫോണിന്റെ ലോക്ക് പാറ്റേൺ അത് അന്വേഷണ സംഘത്തോട് പറഞ്ഞു കൊടുക്കാൻ രാഹുൽ തയ്യാറായിട്ടില്ല. അത് പറഞ്ഞ് അത്തരത്തിലുള്ള ഫോൺ തുറക്കാനായാൽ മാത്രമേ ഈ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് കൂടുതൽ വ്യക്തമായി അല്ലെങ്കിൽ കൂടുതൽ തെളിവായി ശേഖരിക്കാൻ കഴിയുകയുള്ളൂ. അതിന് പുറമെ രാഹുൽ ഒന്നിലധികം ഫോണുകൾ ഉപയോഗിക്കുന്ന ആളാണ് എന്ന്, അത്തരത്തിലൊരു വ്യക്തിയാണ് എന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡിജിറ്റൽ ഡിവൈസുകൾ, മൊബൈൽ ഫോണുകളൊക്കെ രാഹുൽ പലയിടങ്ങളിലായാണ് വെച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പാലക്കാടാണ്, മറ്റൊന്ന് രാഹുലിന്റെ വീടാണ്. ഈ രണ്ടിടങ്ങളിലും രാഹുലുമായി എത്തിച്ചുള്ള തെളിവെടുപ്പ് ഉണ്ടാകും. പക്ഷേ പാലക്കാട്ടേക്കുള്ള യാത്ര ഇന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത്. പാലക്കാട് രാഹുലിന്റെ MLA ഓഫീസിൽ രാഹുൽ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ, ഒപ്പം അവിടുത്തെ ലാപ്ടോപ്പ്, ഇതിലൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിജിറ്റൽ രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫോട്ടോകളടക്കം സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. അത് ഇന്നലെ കോടതിയിലും അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പാലക്കാട് എത്തിച്ചുള്ള തെളിവെടുപ്പ് നിർണായകമാണ്. അതുകൊണ്ട് 3 ദിവസമെങ്കിലും കുറഞ്ഞത് കസ്റ്റഡിയിൽ വേണം എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. അത് പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് നിലവിൽ കസ്റ്റഡി നൽകിയിരിക്കുന്നത്. പക്ഷേ 3 ദിവസം എന്ന് പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങി നാളെ ഉച്ചയ്ക്ക് അവസാനിക്കുന്ന സമയമാണ്. 15-ാം തീയതിയോട് നാളെ രാഹുലിനെ തിരിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു നൽകണം. അതിനുള്ളിൽ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചൊരു വെല്ലുവിളി കൂടിയാണ്. കാരണം പാലക്കാട് വരെയുള്ള യാത്ര അത് അല്പം ദുഷ്കരമായിരിക്കും ഈ സാഹചര്യത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ. എന്തായാലും അതിലേക്ക് കടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഇന്ന് അടൂരിലെ വീട്ടിൽ കൂടി ഈ തെളിവെടുപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇന്നലെ കണ്ട മുഖമല്ല രാഹുൽ ഇന്ന് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇന്നലെ പ്രതിഷേധങ്ങളോട് പോലും ചിരിച്ച് കൈ ഉയർത്തി വളരെ സന്തോഷത്തോടു കൂടി പുറമേ കാണാൻ ഇരിക്കുന്ന രാഹുലിനെയാണ് കണ്ടതെങ്കിൽ ഇന്ന് ആ മുഖഭാവം അല്പം മാറിയിട്ടുണ്ട്. രാഹുലിന്റെ മുഖത്ത് അല്പം മാറ്റം വന്നിട്ടുണ്ട്. കുറച്ച് ആശങ്കയോടുകൂടിയുള്ള മുഖമാണ് ഇന്ന് പോലീസ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് കാണാനായത്. എന്തായാലും ഈ പുലർച്ചെ എത്തിച്ചതുകൊണ്ട് തന്നെ അത്ര വലിയ പ്രതിഷേധങ്ങളൊന്നും നിലവിൽ ഈ ക്ലബ് 7 ഹോട്ടലിന്റെ പരിസരത്തില്ല. പ്രതിഷേധക്കാരെത്തിയിട്ടില്ല. ഒപ്പം നാട്ടുകാരോ മറ്റ് അത്ര തിരക്കുള്ള സമയമോ അല്ല. എന്തായാലും പുറത്തേക്ക് ഇറക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. സ്വാഭാവികമായും ഈ തെളിവെടുപ്പ് മറ്റ് പാർട്ടിക്കാർ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടിക്കാർ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ടോ?
തെളിവെടുപ്പ് ഇന്നുണ്ടാകും എന്നുള്ളതല്ലാതെ ഇത്ര പുലർച്ചെ രാഹുലുമായി എത്തി തെളിവെടുപ്പ് നടക്കും എന്നുള്ള കാര്യത്തിൽ ഈ പ്രതിഷേധക്കാരോ അല്ലെങ്കിൽ ഈ യുവജന സംഘടനകളൊന്നും ബോധവാന്മാരായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും രാഹുലിനെ കസ്റ്റഡിയിലുള്ള 3 ദിവസം പുറത്തേക്ക് ഇറക്കിയാൽ വലിയ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന ഇന്നലെ ഡിവൈഎഫ്ഐയുടെ നേതാക്കളടക്കം കോടതിക്ക് മുന്നിൽ സംസാരിച്ചതാണ്. എന്തായാലും രാഹുലിനെ പുറത്തേക്ക് ഇറക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഏത് തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായാലും അതിൽ നിന്ന് രാഹുലിനെ പൂർണ്ണ സംരക്ഷണം ഒരുക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് മകരവിളക്കടക്കമുള്ള പ്രധാന പരിപാടികളുണ്ട്. ഒപ്പം കലോത്സവമുണ്ട്. പോലീസ് ഫോഴ്സിലെ വലിയൊരു വിഭാഗം ഈ മറ്റ് ജോലികൾക്ക് പോകേണ്ട ആളുകളാണ്. എന്നിട്ട് പോലും ഈ മകരവിളക്ക് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ചില ആളുകളെ അടക്കം തിരിച്ചു വിളിച്ചാണ് ഇന്ന് ഈ ഒരു ഫോഴ്സിനെ രൂപീകരിച്ചിരിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസിലെ പ്രധാന ഉദ്യോഗസ്ഥർ ഈ ഹോട്ടലിന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പക്ഷേ രാഹുലിനെ പുറത്തേക്ക് എത്തിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ മകരവിളക്കടക്കമുള്ള പ്രധാന കാര്യങ്ങൾ, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ കൂടിയാണ് മകരവിളക്കിന്റെ പ്രധാന കേന്ദ്രങ്ങളുള്ളത്. നിലയ്ക്കലടക്കം പമ്പയടക്കം ശബരിമലയടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ പോലീസ് ഫോഴ്സിനെ അയക്കേണ്ട സാഹചര്യത്തിൽ പോലും രാഹുലിന്റെ തെളിവെടുപ്പ്, ആ തെളിവെടുപ്പിന് ഒരുക്കേണ്ട സുരക്ഷയൊക്കെ പരിഗണിച്ച് കൂടുതൽ പോലീസ് ഫോഴ്സിനെ ഇന്ന് അധികമായി ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള തെളിവെടുപ്പ് തിരുവല്ലയിൽ പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.